PG ഗവേഷണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം 4 വർഷം മുൻപാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളച്ചോക്ക് നിർമ്മാണം തുടങ്ങിയത്. 25 ഗ്രാം തൂക്കമുള്ള ചോക്കുകൾക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ആവശ്യക്കാർ ഏറി വരികയാണ്. പച്ചക്കറി വിളകൾ പരിപാലിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് 2 വീതം ചോക്കുകൾ വെച്ചാൽ മികച്ച വിളവ് ലഭിക്കും. ആദ്യ വളച്ചോക്ക് വെച്ച് 35 ദിവസം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ ചോക്ക് മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കേണ്ടത്. വീടിന്റെ ടെറസുകളിലും ഫ്ളാറ്റുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നവരാണ് ചോക്കുകൾ കൂടുതലായും കൊണ്ടുപോകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം, സിങ്ക് എന്നിവ അടക്കം 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കുകൾ 600 എണ്ണം വീതം 3 ദിവസം കൊണ്ട് സോയിൽ സയൻസ് ലാബിൽ നിർമ്മിച്ചു വരുന്നു. നമ്മുടെ ഈ ഒരു ആശയം ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഡീൻ ഡോക്ടർ PR സുരേഷ് എന്ന് പറഞ്ഞ സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ ചിന്തിച്ചു. അതായത് നമുക്കിപ്പം സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നിനും സമയമില്ല. അപ്പൊ അവരാണെങ്കിൽ പൊതുവെ അവര് ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കർഷകരെ പോലെ അവർക്ക് വളക്കടയിൽ പോയി വളം വാങ്ങിക്കാനോ അങ്ങനെയൊന്നും സമയമില്ല. അപ്പൊ എങ്ങനെ നമുക്ക് അവർക്കൊരു പോഷക മൂല്യങ്ങളുള്ള ഒരു എന്തെങ്കിലും ഒരു വളക്കൂട്ട് രൂപകൽപ്പന ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഒരു PG ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ആദ്യമായിട്ട് ഈ വളച്ചോക്ക് ഒരു 2019-20 കാലയളവിലാണ് അത് ആദ്യമായിട്ട്. പക്ഷെ നമുക്ക് അതിന്റെ രൂപമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ നമുക്ക് സ്റ്റേറ്റ് പ്ലാനിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ വളച്ചോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിന്റെ ഫണ്ടിങ്ങിലൂടെയാണ് നമുക്ക് ഈ ഇന്ന വളങ്ങള് ഇത്ര രൂപത്തില് ഇപ്പം അതായത് വേണ്ടുന്ന അനുപാതത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രഥമ മൂലകങ്ങളുണ്ട്, ദ്വിതീയ മൂലകങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. അപ്പൊ ഈ 11 മൂലകങ്ങളും കൃത്യമായ അനുപാതത്തിൽ നമുക്ക് ഇതില് ലയിപ്പിച്ച് അങ്ങനെ ഒരു ചോക്ക് രൂപത്തിൽ എത്തിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യമായ അനുപാതത്തിൽ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വളച്ചോക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് വേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ ദ്വിതീയമായിട്ട് വേണ്ട കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള അയൺ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, ബോറോൺ. ഈ മൂലകങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക അനുപാതത്തിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ചെടികൾക്ക് നല്ലതായി വളരാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മൂലകം കൂടുകയോ അല്ലെങ്കിൽ വല്ലാതെ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമുണ്ടാകും. അപ്പൊ എല്ലാ മൂലകങ്ങളും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളമാണ് ഈ വളച്ചോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ചെടിക്ക് വേണ്ടി 1-2 പ്രാവശ്യമായിട്ട് ചട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം. ചാണകം മറ്റൊന്നും വേണ്ട. ചാണകം എന്ന് പറയുന്നത് അതൊരു ജൈവവളം എന്ന രീതിയിലാണല്ലോ കൊടുക്കുന്നത്. ചാണകത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടെ കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മൂലങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കൃത്യമായ അനുപാതം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വളപ്രയോഗത്തിന്റെ ഒരു ദൂഷ്യഫലങ്ങൾ ഇതിലുണ്ടാവില്ല. വളച്ചോക്ക് 1-ന് 5 രൂപയാണ് വില. മുളക്, തക്കാളി, വെണ്ട, പാവൽ, വഴുതന, കേബേജ് തുടങ്ങി 10-ലേറെ കൃഷികൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സ്റ്റിക്കുകളാണ് കർഷകർക്കായി കാർഷിക കോളേജിൽ നിന്ന് വിതരണം ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.